എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് സെക്ഷലി എല്ലാം എന്നെ അവർ ചെയ്തു. അത് കഴിഞ്ഞ് പുരുഷ ലൈംഗിക തൊഴിലാളികൾക്ക് ശേഷമാണ് ട്രാൻസ്ജെൻഡർ മനുഷ്യർ വന്നിരിക്കുന്നത്. ഞാൻ PG കഴിഞ്ഞ് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് കമ്പ്യൂട്ടർ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞു കൊമേഴ്സാണ് എടുത്തത്. ഇതെല്ലാം കണ്ടിട്ടാണ് ഇവർ 1 മാസം ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ജോലി തന്നിട്ടും അവിടെ ഇപ്പോഴും വാഷ്റൂമിൽ പോകാൻ പറ്റത്തില്ല. നമ്മൾ ആണുങ്ങൾക്ക് എന്ത് ജോലി വേണം എവിടെ ചെന്നാൽ കിട്ടുമെന്നാണ് പറയാറല്ലേ. അതുപോലെ സ്ത്രീകൾക്ക് വീട്ടുജോലികൾ ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്ക് ജീവിക്കാം. നമ്മുടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ജോലിക്കൊരു പഞ്ഞുമില്ല, എവിടെ ചെന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുത്ത് ജീവിക്കാം. പക്ഷേ നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിനും എന്തെങ്കിലും ഒരു പണി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഒരു ജോലി ചോദിച്ചാൽ ആരെങ്കിലും കൊടുക്കുമോ? സാജി എന്ന ഒരു കൊച്ചു പയ്യൻ, അവൻ അങ്ങനെ സ്കൂളിൽ മിടുക്കനായി പഠിക്കുകയാണ്. സ്കൂളിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തൊട്ട അയൽപക്കത്തുള്ള ഒരു ചേട്ടൻ ഈ പയ്യനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അവനൊന്നും അറിയില്ല, അവൻ ഈ ചേട്ടൻ്റെ കൂടെ പോകുന്നു. ഈ ചേട്ടനെ കുഞ്ഞിനെ സെക്സിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് സാജി എന്ന പേര് മാറ്റി രാഗരഞ്ജിനി എന്ന പേര് സ്വയം സ്വീകരിച്ച് ഇപ്പോഴത്തെ ട്രാൻസ്ജെൻഡറായി എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. നമസ്കാരം രാഗരഞ്ജിനി. സാജി എന്ന് പറയുന്ന കൊച്ചു പയ്യൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തൊട്ട അയൽപക്കത്തുള്ള ഒരു ചേട്ടൻ കൂട്ടിക്കൊണ്ട് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ സാജി എന്ന ബാലൻ, ഇന്നത്തെ രാഗരഞ്ജിനിയെ അയാൾ അന്ന് ചെയ്ത് ആ ഒരു സംഭവം, അത് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് കൂടുതലും പെൺകുട്ടികളായിട്ടായിരിക്കും സഹകരിക്കാൻ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കളിയാക്കാറുണ്ട്. അപ്പം പെൺകുട്ടികളായിട്ട് കൂടുതൽ സഹകരിക്കുക എടുക്കുകയും ചെയ്യുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇവർ പെൺകുട്ടികളോട് സഹകരിക്കുന്നതെന്നൊക്കെ പറയും. പിന്നെ ശരീരപ്രകൃതി കൊണ്ട് കുറച്ച് ചബ്ബി ബോഡി ആയതുകൊണ്ട് കുറച്ച് കോഡുകൾ പറയുമായിരുന്നു. അന്ന് അത്യാവശ്യം തടി ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കിത് ആരോടും ചോദിക്കാൻ പറ്റുന്നില്ല. ഇത് ആരോട് ചോദിക്കുമെന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്തൊരു ചേട്ടനോട് ചോദിച്ചു, ഇതെന്താണ്. എന്റെ സ്വന്തം ബ്രദറിനോട് എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല, ആള് കുറച്ച് സീരിയസ് ഒക്കെ ആയതുകൊണ്ട്. നിങ്ങൾ 2 മക്കളാണോ? ഞാൻ 2 മക്കളാണ്. അപ്പൊ ആളോട് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അത് പിന്നെ പറഞ്ഞു തരാന്നൊക്കെ പറഞ്ഞു. അത് ഒരു 7ാം ക്ലാസ് പഠിക്കും. എന്താ ചോദിച്ചാൽ അവര് പറഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് പേര് ഇരുന്ന് സംസാരിക്കുന്നതാണ്. ഇങ്ങനെ ചെറിയ പിള്ളേർ, അതെന്ന് വെച്ചാൽ എന്നെക്കാളും മൂത്ത ഒരു 10-15 വയസ്സുള്ള ആൾക്കാരിരുന്ന് സംസാരിക്കുന്നതാണ്. ഇവര് പറയുന്നത് കട്ടയടിക്കാൻ കൊള്ളാന്ന് പറഞ്ഞു. അപ്പൊ കട്ടയടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സംഭവം എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇതെങ്ങനെ പറയുമ്പോൾ ഇത് എന്താണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാന്ന്. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ബസ്സിൽ ഇരുന്ന സമയത്തും ഒരു ചേട്ട ഇതേപോലെ ഇരുന്ന് ഇങ്ങനെ തൊടയിൽ തൊട്ടിട്ട്, പ്രായത്തിൽ മുതിർന്ന ആളാണ്. അപ്പൊ അയാളുടെ അടുത്ത് ഇരിക്കുകയാണ്. അന്നേരം നിങ്ങൾ 6-7 പഠിക്കുന്ന സമയത്ത് അയാളും ഇതേ കോഡ് തന്നെ പറഞ്ഞു. അപ്പൊ എനിക്ക് അന്ന് ആ നാട്ടിൽ പറയുന്ന ഒരു കോഡായിരിക്കും എന്റെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട് കൊല്ലമാണ്, കൊട്ടായിരിക്കുന്നത്. ഇത് ഞാൻ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുന്നു. ആള് വിളിച്ചോണ്ട് പോകുന്നു. ആള് എന്താണ് കട്ടയടി നിങ്ങൾ ചോദിച്ചു, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. അത് നിനക്ക് ഞാൻ പിന്നെ പറഞ്ഞു തരാമെന്ന് പറയുന്നു. അവരുടെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ അപ്പുറപ്പുള്ള വീടൊക്കെയായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് സെക്ഷലി എല്ലാം എന്നെ അവര് ചെയ്തിട്ട് അപ്പൊ ഞാൻ കരയെടുക്കുകയും ചെയ്തു. വീട്ടിൽ ചെന്ന് പറയുക സെക്ഷലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവർ ചെയ്യാൻ പറ്റുന്ന എല്ലാം അവർ ചെയ്തു ആ സമയത്ത്. വാടകയ്ക്ക് ഒറ്റ വീടുണ്ട് തരാമെന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ച് എന്നെ ബൈക്കെ കയറ്റി. അങ്ങനെ ബൈക്കെ കയറ്റി അങ്ങോട്ട് പോയി കുറേ ഇടവഴി കയറി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഭയമായി. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങോട്ടാ ഏട്ടായി പോകണത്, വണ്ടി എവിടെ നിർത്തുകയെന്ന് ഞാൻ പറഞ്ഞു. ഒരു രക്ഷയില്ല, അയാൾ വണ്ടി നിർത്തണില്ല, അങ്ങ് ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ റെയിൽവേ ട്രാക്കൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് വല്ലാതെ ഭയം. ഞാൻ പറഞ്ഞു അയാളുടെ അടുത്ത് കഷ്ടമുണ്ട് ഇഷ്ടമാണ്, അങ്ങനെ ചെയ്യൽ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എന്നോട് നിർത്തിയില്ലെങ്കിൽ ഞാൻ ചാടുമെന്ന് പറഞ്ഞു. ഞാൻ ചാടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു ഇല്ല ഞാൻ ഇവിടെ ഇറക്കി വിടാൻ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഒച്ച വെക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയാൾ വല്ലാതെ പേടിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ എടുത്തെടുത്ത് തന്നെ കൊണ്ടുവന്ന് വിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ എടുത്തെടുത്ത് കൊണ്ടുവന്ന് വിട്ടു. ആ ഇടവഴി കയറി ഉടനെ അയാൾ കൈ എടുത്ത് എൻ്റെ തൊടയെ വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഉള്ളിലോട്ടൊക്കെ എങ്ങോട്ടൊക്കെയോ കൈ കൊണ്ട് കയറ്റാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇതിനു വേണ്ടിയല്ല കയറിയത്, എനിക്കൊരു വീട് എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കയറിയത്, അങ്ങനെ ചെയ്യരുത് ചേട്ടാന്ന് ഞാൻ പറഞ്ഞിട്ട് എങ്ങും അയാൾ കേൾക്കണില്ല. ആ സമയത്ത് നിങ്ങൾ പൂർണ്ണമായിട്ട് ഒരു ആൺകുട്ടിയുടെ ലുക്കിലല്ലേ? ആൺകുട്ടി തന്നെയാണ്, തൊട്ടടുത്ത വീടാണ്. അപ്പൊ എനിക്ക് എതിർക്കാനോ എടുക്കാനോ ഒന്നും നമുക്ക് അറിയാം. നമുക്ക് ആ ഒരു 7ാം പഠിക്കുന്ന പറയുമ്പോൾ ചെറിയ കുട്ടിയല്ലേ, സ്ഥിരം അവരുടെ ഇതായിപ്പോയി. അപ്പൊ അല്ലെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കും ഇവരോട് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് അവര് നമ്മളെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീണ്ടും 8ാം ക്ലാസ് അവിടുന്ന് നാട് വിട്ടു പോകുന്ന സമയം തൊട്ട് അവർ യൂസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ദിവസം കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾ കരഞ്ഞു, നിലവിളിച്ചു. അതിനുശേഷം പിന്നീട് ഇത് ഈ ചെയ്തത് പുറത്ത് പറയുമെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവര് സ്ഥിരം നമ്മളെ യൂസ്. അപ്പൊ വീട്ടിൽ അമ്മയും മറ്റുള്ള ബാക്കിയുള്ളവരോടൊന്നും പറഞ്ഞില്ല? ഇവർ ആരോടും പറഞ്ഞില്ല, കാരണം നമുക്കൊരു പേടി പോലെയായിരുന്നു. പിന്നെ അയാളുടെ കൂട്ടുകാരനെ കൊണ്ട് യൂസ് ചെയ്യിപ്പിച്ചു. അങ്ങനെ പലരോടും. അപ്പൊ 1-2-3 പേരോടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. സാറ്റ് കളിക്കാൻ പോവുക എന്നൊക്കെ പറയുമ്പോൾ നമ്മള് മാറി ഒളിച്ചിരിക്കുന്ന സമയത്തും നമ്മളെ അവര് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. സാറ്റ് കളിക്കാൻ വേണ്ടി നിങ്ങൾ ഒളിച്ചിരിക്കുന്ന സമയത്ത് അവിടെ വന്ന് അവര് നമ്മളെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്മാവന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എന്റെ അമ്മയുടെ കുടുംബത്ത് പോകുമ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മാവന്റെ ഒരു കൂട്ടുകാരൻ, ഇവര് ഇതങ്ങ് കഴിഞ്ഞു. ഈ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് 10th 12th ഒക്കെ പാസ്സായിട്ട് കഴിഞ്ഞിട്ട് നാട്ടിൽ വരുന്ന സമയത്ത്, നമ്മൾ ഈ വെക്കേഷൻ ടൈമിൽ നാട്ടിൽ വരുന്ന സമയത്ത് അമ്മാവന്റെ കൂട്ടുകാരൻ, അമ്മാവൻ കുറച്ച് ആൽക്കഹോളിക്കാകുമ്പോൾ അമ്മാവന്റെ കൂട്ടുകാരൻ ഇതേപോലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മാവൻ എന്തെങ്കിലും അങ്ങനത്തെ ഒരു മനോഭാവം കാഴ്ചപ്പെടുന്നുണ്ടായിരുന്നു? അമ്മാവനൊന്നുമില്ല. ഇതിൽ നിങ്ങളുടെ ഓർമ്മയിൽ ഏറ്റവും ക്രൂരമായിട്ട് നിങ്ങളെ ഉപദ്രവിച്ചായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആരെയാണ്? അത് ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്? ആദ്യത്തെ ചേട്ടൻ തന്നെയായിരുന്നു.
ആദ്യത്തെ ചേട്ടൻ തന്നെ. അയാൾ എന്തൊക്കെയായിരുന്നു ആദ്യമായിട്ട് നിങ്ങളെ കൊണ്ടുപോയി ചെയ്തപ്പോൾ എന്തൊക്കെയാണ് അയാൾ ചെയ്തത്? ബോയെ ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ സെക്സും ചെയ്ത് ആനൽ സെക്സ് വരെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ഒക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുറകിൽ കൂടെ ഇയാൾ ബലമായിട്ട് ബലമായിട്ട് തന്നെ. അപ്പൊ നിങ്ങൾ എങ്ങനെ നിർത്തിക്കൊണ്ടാണോ കിടത്തി? അങ്ങനെ ബലമായിട്ട് പിടിച്ച് കിടത്തിയാണോ? ബലമായിട്ട് പിടിച്ച് കിടത്തി തന്നെ. അപ്പൊ ഇങ്ങനെ ഈ ട്രൗസറും ഈ ഷർട്ടും ഒക്കെ വലിച്ചു പറിച്ചു കളഞ്ഞോ അതോ ഇങ്ങനെ ഊരി മാറ്റിയോ? ബലമായിട്ട് കീറൽ പറ്റിയോ? പാന്റ് നിക്കർ മാത്രം ഊരി മാറ്റി, എല്ലാം ഊരി മാറ്റുകയാണ് ചെയ്യുന്നത്. ബ്ലീഡിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടായി വന്നപ്പോഴാണ് വീട്ടിൽ പറയുമെന്ന് പറഞ്ഞ് പ്രശ്നമാക്കിയത്. ബ്ലഡ് വന്നപ്പോൾ അയാൾ പേടിച്ചോ? ആള് പേടിച്ചായിരുന്നു. അപ്പോൾ കുറെ മിഠായിയൊക്കെ മേടിച്ച് തന്ന് എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെയായിരിക്കും. എപ്പോഴും നമ്മൾ ഇത് ആരോടും തുറന്ന് പറയാതിരിക്കുന്ന രീതിയിൽ എപ്പോഴും നമ്മുടെ കൂടെയൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ കൂടെ ഫ്രണ്ട്സിനെ പോലെ കൂടെ വർത്താനൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിലുണ്ടാവും. അപ്പോൾ ഈ ബ്ലഡ് വന്നു കഴിഞ്ഞ ശേഷം നിങ്ങൾ എങ്ങനെയാണ് അതിനെ നിങ്ങൾ വീട്ടിലറിയിക്കാതെ അതിനെ തരണം ചെയ്ത് എങ്ങനെയാണ്? വന്ന് കുറേ നേരം അവിടെ റെസ്റ്റ് എടുത്തു. ഞങ്ങൾക്ക് അവിടെ താഴെ ഒരു ഇങ്ങനെ വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് കൊണ്ടുപോയി ഞങ്ങളെല്ലാം കുളിച്ചൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടൊക്കെയാണ് വീട്ടിലേക്ക് പോയത്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ മുകളിൽ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇത്ര അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് സ്കൂളിലെ അധ്യാപകരെടുത്ത് അവരുടെ കൗൺസിലിംഗ് അങ്ങനെയൊക്കെയുള്ള കാലഘട്ടം ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, അപ്പോൾ അവരോട് പറയാത്തതെന്ന് പറഞ്ഞാൽ ഒന്നാമത് തന്നെ നമ്മൾ പെൺകുട്ടികളോട് കൂടുതൽ സഹകരിക്കുന്നതുകൊണ്ട് അവർക്കൊക്കെ നമ്മളോട് എപ്പോഴും ഇങ്ങനെ പറയും, നമ്മളൊരു പെൺകുട്ടിയുടെ സ്വഭാവമാണ്, ആൺകുട്ടികളോട് സഹകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അത് നിങ്ങൾ ആൺകുട്ടികളെ പോലെ ആവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ഇത് പറയുമ്പോൾ എല്ലാവരോടും പറയുമോന്നൊരു പേടിയാണ്. ആൺകുട്ടികളുടെ കൂടെ നടക്കാൻ വേണ്ടി അധ്യാപകർ നിങ്ങളെ പ്രേരിപ്പിച്ചിരുന്നു. നീ ഒരു ആൺകുട്ടിയല്ല, നീ എന്തിനാ പെൺകുട്ടികളുടെ കൂടെ നടക്കുന്നത്, നീ ആൺകുട്ടിയുടെ കൂടെ നടന്നാൽ പോരെ, നീ ആൺകുട്ടിയുടെ വസ്ത്രമല്ല ധരിച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ അവർ കൂടുതലൊന്നും പറയില്ല, കാരണം നല്ലപോലെ പഠിക്കുമായിരുന്നു. എത്ര സ്ഥാനത്താണ് പഠിച്ചത്? ഞാൻ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ വരുമായിരുന്നു. ഈ ട്രാൻസ്ജെൻഡർ സമൂഹത്തിലുള്ള ആളുകൾ കൊല ചെയ്യപ്പെടുന്നു, ആത്മഹത്യ ഉണ്ടാവുന്നു, ഒട്ടനവധി മിസ്സിങ്ങുകൾ പറയുന്നു. പക്ഷേ ഇതിനൊന്നും പിന്നാലെ അങ്ങനെ അന്വേഷണമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ആദ്യകാലം തൊട്ടേ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത്. കൊല്ലത്ത് തന്നെ ട്രാൻസ് വ്യക്തിയുടെ പാർട്ട്ണർ തന്നെ അവരെ സെക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ട്ണർ മാത്രമല്ല, ആ പാർട്ട്ണറിന്റെ കൂട്ടുകാരും കൂടിയിട്ട് അവരെ സെക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഴുത്തറുത്ത് കൊന്നത്. ഇപ്പോൾ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അയാൾ ഇടയ്ക്ക് വരികയും ഇവർക്ക് സെക്സിന് ആവശ്യമുള്ളപ്പോൾ മാത്രം അയാളോട് കൂടുന്ന സമയത്ത്, ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നമ്മളെപ്പോലുള്ളവർക്ക് നമ്മുടെ ഒരു സെക്സ് നമുക്കൊരു പുരുഷനോട് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ആ സമയത്ത് ഇതിനെപ്പറ്റി വിസിബിലിറ്റി ഒന്ന് വരുന്നതിനേക്കാൾ കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു കഴുത്തറുത്ത് കൊല്ലുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് പാർട്ട്നേഴ്സിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്, പബ്ലിക്കിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. കൊല്ലപ്പെടുകയാണ് കൂടുതലും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെടുകയാണ്. ഈ ആത്മഹത്യ എല്ലാം സ്വയമേ അവർ ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് തോന്നുന്നില്ല. ഷാലുവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാലുവിനെ CCTV-യിൽ കൂടി അയാള് കൊലപ്പെടുത്തിയിട്ട് ഓടി രക്ഷപ്പെടുന്ന എല്ലാ എവിഡൻസും ഉണ്ടായിട്ട് പോലും ആളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കോഴിക്കോട് ഇതിനു വേണ്ടി ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങളായിട്ട് പോലും അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതേപോലെ അനന്യക്ക് സർജറി സംബന്ധമായി ബുദ്ധിമുട്ടുണ്ടായതിനു ശേഷം അനന്യ എല്ലാവരോടും പറയുകയുണ്ടായിരുന്നു, എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ജീവന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ഷന് മത്സരിക്കാൻ പോയപ്പോൾ തൊട്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിയമസഭാ ഇലക്ഷനിലേക്കല്ലേ? അത് കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടാണ് മത്സരിച്ചിരുന്നത്. ഇനി അന്ന് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മരണം സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. ഒന്നാമത് അവർ കേസ് കൊടുത്തിരുന്നത് ഹോസ്പിറ്റലിനെതിരെ മാത്രമല്ലായിരുന്നു, അവർ ഇലക്ഷൻ സമയത്ത് നിന്നിരുന്ന കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് ഇലക്ഷൻ സമയത്ത് പർദ്ദയിട്ട് നടക്കണമെന്നും അയാൾക്കെതിരെ സെക്ഷൽ അബ്യൂസ് ഉണ്ടെന്നും അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കണമെന്നും ഇവരെ നിർത്തിയ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാ റെക്കോർഡ് ആ കുട്ടിയുടെ ഉണ്ടായിരുന്നു. ഭീഷണി തന്നെയായിരുന്നു. ഒന്നാമത് കൊലപാതകം തന്നെയാണ്. തീർച്ചയായിട്ടും അന്യപ്പോലുള്ള ഒരാൾ ഒരിക്കലും വ്യക്തിപരമായിട്ട് അറിയാമായിരുന്നു. ഞാനും അനന്യയും കൂടെ കോയമ്പത്തൂർ ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചുള്ളതാണ്. ആ കുട്ടി ചെറിയ കുട്ടിയായിട്ട് വരുന്ന സമയം തൊട്ട് ഞങ്ങൾ കോൺടാക്ട് ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈനാൻഷ്യലി വരെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്, എനിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. എന്നെ ഇവിടുന്ന് കോയമ്പത്തൂർ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നതും അപ്പോൾ എനിക്ക് ഇവിടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുണ്ടായിരുന്നു. ഞാൻ അന്യടുത്തായി പോയിരുന്നത്. കുറച്ച് എനിക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു ആളാണ്. അനന്യ കുട്ടികളോടും ബാക്കിയുള്ളവരോടൊക്കെ ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? എല്ലാവരോടും സ്നേഹമുള്ള ഒരാളാണ്. കാരണം ആള് ഒരു ആഹാരം കഴിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൂടെ ആഹാരം കൊടുത്തിട്ട് കഴിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം ഞങ്ങളൊരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ പോലും ഞാനാണെങ്കിൽ സിമ്പിളി ഒരുങ്ങണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഒരു സാരി എടുക്കണം, ഏത് ഡ്രസ്സാണെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സാരിക്ക് യോജിക്കുന്ന റബ്ബർ ബാൻഡ് വരെ അത്രയും കെയർ ചെയ്ത് നമ്മളെ മേക്കപ്പ് ചെയ്ത് നമ്മളെ ഒരുക്കി കൊണ്ട് നടക്കാനൊക്കെ ആഗ്രഹിച്ച ഒരാളായിരുന്നു. മോഡലിങ്ങും ആക്ടിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ കഴിവും ഉള്ള ഒരാളായിരുന്നു. ഷാലുവിന്റെ മരണമായാലും ഗൗരിയുടെ മരണമായാലും ഇതൊക്കെ മരണത്തിന് ശേഷം ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പുറകെ നടന്നിട്ടെങ്കിലും ഞങ്ങൾ മരണപ്പെട്ടാലോ കൊല്ലപ്പെട്ടാലോ ആർക്കും ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ്. ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ നിങ്ങൾ തന്നത് എന്താണ്? ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നത് എന്താണ്? 4ലും 5ലും പഠിക്കുമ്പോൾ ഞങ്ങൾ എത്രമാത്രം മിസ്യൂസ് ചെയ്തു. അധ്യാപകരായിട്ടുള്ളവരും അയൽപക്കക്കാരും തൊട്ടടുത്തുള്ള ചേട്ടന്മാരും ഒക്കെ ഞങ്ങളെ എന്തുമാത്രം ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ദേഹോപദ്രവം അടിക്കുകയും
പിടിക്കുകയൊക്കെ ആണോ ചെയ്തേക്കുന്നത്? നമ്മളെ സെക്ഷലായിട്ട് ഉപദ്രവിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്? കൊച്ചു കുഞ്ഞുങ്ങളായിട്ടുള്ള ഞങ്ങൾ ഇതുപോലെ ഉപദ്രവിച്ച് ഞങ്ങളുടെ മനസ്സ് കല്ലാക്കിയതല്ലേ? ഞങ്ങൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ നിങ്ങളുടെ വീട്ടുകാരില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ, ശക്തരായിട്ടുള്ള കൂട്ടുകാരായിട്ടുള്ള അവർ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ. വേറെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന, നിങ്ങളെ കരുതുന്ന, നിങ്ങളുടെ രക്തബന്ധമുള്ള ആളുകൾ ആരും ഒരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ എന്റെ മകള് മരണപ്പെട്ടു, അല്ലെങ്കിൽ എന്റെ മകള് ബോഡി ഏറ്റെടുക്കാൻ പോലും തയ്യാറില്ലാത്ത ഒരു അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ ഒരു മരണം ഉണ്ടായിട്ട് പോലും വീട്ടുകാരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചിട്ട് പോലും ആ വീട്ടിലേക്ക് ബോഡി കൊണ്ടുപോകാൻ അവർ തയ്യാറില്ലായിരുന്നു. ആ വീട്ടുകാർ പറയുന്നത് സമൂഹത്തെ പേടിച്ചിട്ടാണ് അവർ കൊണ്ടുപോകാഞ്ഞെന്ന് പറയുന്നത്. അതേപോലെ യാതൊരു രീതിയിലും പ്രൊട്ടക്ഷൻ ഇല്ലാത്ത, ഇപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നമ്മളിവിടെ നിൽക്കുമ്പോഴും യാതൊരു രീതിയിലും സേഫ് സോണിലല്ല നമ്മൾ നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം. എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം. കുറച്ച് നിയമങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് കുറച്ചൊക്കെ ഒരു അവയർനെസ് വരുന്നത്. എന്നാൽ പോലും ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് അവരെന്ത് ആക്രമിക്കപ്പെടും. ഞാൻ വരുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ കൂടെയാണ് ഇവിടെ ഉള്ളത്. അതെ അതെ. പക്ഷേ അമ്മയുടെ കൂടെ ആണെങ്കിലും ഈ വീട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? എത്രമാത്രം വീടുകൾ കയറി ഇറങ്ങിയിട്ടാണ് കിട്ടിയതെന്ന് പറയാമോ? ഒരുപാട് വീട് അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പല വീടുകളും അന്വേഷിച്ചിറങ്ങി. കാരണം ഒന്നാമതെ റെന്റ് ഭയങ്കര റെന്റാണ് വരുന്നത്. സാധാരണഗതിയിൽ ഞാൻ അറിഞ്ഞത് 8 രൂപയ്ക്ക് കൊടുക്കുന്ന വാടക നിങ്ങൾ ഇതിന് നേരെ 12-15 ആവുമെന്ന് കേട്ടു. തീർച്ചയായിട്ടും കളമശ്ശേരിയിൽ നിന്ന് ഒരു 7-8 കിലോമീറ്റർ ഉള്ളിലേക്ക് പോലും അന്വേഷിക്കുമ്പോഴും 15-10 രൂപയൊക്കെയാണ് വരുന്നത്. ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പരാതികളും. ഇപ്പൊ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത്, ഞങ്ങളോട് ചെറിയ കുട്ടിയായിരുന്ന 7ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ കുട്ടിയായിരുന്ന മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെ ഒക്കെ ഇടയ്ക്ക് സംരക്ഷിക്കപ്പെടേണ്ട പ്രായത്തിൽ ഈ സമൂഹത്തിലുള്ളവർ തന്നെയാണ് ഞങ്ങളെ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എങ്ങനെ ആകണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇല്ലീഗൽ ആക്ടിവിറ്റി, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരിടമില്ല, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ പൊതു ഇടത്തിൽ പോയി കിടക്കാൻ പറ്റുന്നില്ല. വീട് ചോദിച്ചാൽ കൊടുക്കുകയുമില്ല, നിങ്ങൾ കടത്തന്നെ പോയി കിടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക്. ഉണ്ടായി കഴിഞ്ഞാൽ പോലും ഞങ്ങൾക്ക് അവിടെ പോയി കിടക്കാൻ പറ്റുന്നില്ല. രാത്രി കിടത്തുറക്കില്ല, നാളെ ഞങ്ങൾക്ക് ജീവൻ ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. ക്യാമറ കണ്ണുകളുമായിട്ട് നോക്കിയിരിക്കണം. അതേ സമയത്ത് എറണാകുളം സിറ്റിയിൽ തന്നെ എത്രയോ ലിവിംഗ് ടൂതറായിട്ട് ബാച്ചിലേഴ്സ് താമസിക്കുന്നു, പെൺകുട്ടികൾ താമസിക്കുന്നുണ്ട്, മസാജ് സെന്ററുകൾ നടത്തുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. ട്രാൻസ് വ്യക്തികൾ ഇവിടെ താമസിക്കുന്നു, അവരെവിടെ പോകുന്നു, അവർ രാത്രിയിൽ ഒന്ന് ഇറങ്ങി സഞ്ചരിച്ചാൽ ഒന്ന് ചായ കുടിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇവിടെ കണ്ടിരുന്ന ഇവരെല്ലാം ഇതിനു വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ള ചിന്തകളാണ്. ട്രാൻസ്ജെൻഡർ മനുഷ്യരാണെന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുകയാണ് ചെയ്യുന്നത്, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുകയാണ്. സെക്സ് വർക്ക് അല്ലാതെ വേറൊരു നിവൃത്തി ഇല്ലാത്തതിലേക്ക് എറിയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ വലിക്കുന്നതെന്നല്ല പറയുന്നത്, ആൽക്കഹോളോ അതോ സിഗരറ്റോ ഒക്കെ വലിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം. അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിലാണ്, അത് കഴിഞ്ഞ് പുരുഷന്മാരിൽ ആണ്, അത് കഴിഞ്ഞിട്ടാണ് ട്രാൻസിലേക്ക് പോകുന്നത്. ഏറ്റവും കൂടുതൽ സെക്സ് വർക്ക് ചെയ്യുന്ന ഇവിടെ ആരാണ്? കാമാത്തിപ്പുഴയും റെഡ് സ്ട്രീറ്റും ഒക്കെ ഉണ്ടാകുന്ന ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല. അവിടെ ചുവന്ന തെരുവുകളൊക്കെ ഉണ്ടായത് സ്ത്രീകളാണ് അവിടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പുരുഷ ലൈംഗിക തൊഴിലാളികൾക്ക് ശേഷമാണ് ട്രാൻസ്ജെൻഡർ മനുഷ്യർ വന്നിരിക്കുന്നത്. വളരെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെ വളരെ ന്യൂനപക്ഷമായിട്ടൊരു കമ്മ്യൂണിറ്റിയാണ്. അവർ സെക്സ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരത്തിനോ ഒന്ന് കയറി കിടക്കാനോ വേണ്ടിയിട്ടോ ഒരു തൊഴിൽ പോലും കിട്ടാത്ത, ഇവിടെ സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടാഞ്ഞിട്ടാണ്. ഒരു വീട്ടിൽ പോയിട്ട് അടുക്കളപ്പണി ചെയ്താലും ജീവിക്കാൻ പറ്റും. പുരുഷന്മാർക്ക് ജോലി കിട്ടാതെ അവരെന്തുകൊണ്ടാണ് പുരുഷൻ ലൈംഗിക തൊഴിലാളികളായിരിക്കുന്നത്? അവർക്ക് സുഖവും പൈസയും കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ്. അത് മൂന്നാമത്തിലേക്ക് മാത്രമാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഇവിടെ സെക്സ് വർക്ക് ചെയ്യുന്നത്. ജോലി ക്രിസ്മസിന് നല്ല തിരക്കല്ലേ, നമുക്ക് വേക്കൻസി. സാറേ ഒരു ചാൻസ് ഉണ്ടോ? കഷ്ടമുണ്ട്, ഇഷ്ടം വലിയ ഓഫീസൊക്കെ ഉള്ള ആളാന്ന് തോന്നുന്നു, കണ്ടിട്ട് ഒരുപാട് പൈസയുള്ള ആളാന്ന് തോന്നുന്നു. ഒരു ജോലി തരുമോ? മാഡത്തിന്റെ അവിടെ ഒരു ജോലി കിട്ടുമോ? ഒരു ജോലി കിട്ടിയാല്. ഏതിലായിരുന്നു മാഡം ജോലി ചെയ്തിരുന്നേ? ഓ, കേന്ദ്രീയ വിദ്യാലയ. അയ്യോ, മാഡത്തിന്റെ പേരെന്താണ്? അപ്പോൾ റിട്ടയർഡ് ആയോ? മാഡം വല്ല ഓഫീസെല്ലാം തുടങ്ങുന്നുണ്ടോ? സാറിന്റെ കൂടെ ഒരു വേക്കൻസി കിട്ടുമോ? സാധ്യതയുണ്ടോ മാഡം? സെക്സ് വർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു തൊഴിലാക്കി മാറ്റിയിരിക്കുന്നതാണ്. സെക്സ് വർക്ക് ചെയ്യുന്നു നിങ്ങൾ എന്തുകൊണ്ട് ജോലി എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയും. ജോലി ഇടത്ത് ചെല്ലുമ്പോൾ തന്നെ ഞങ്ങളുടെ ബോഡി ഷേമിംഗ് ഉണ്ട്. അതേപോലെ തന്നെ അവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നത്. അഥവാ ജോലിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ മുതലാളിയുടെ ക്യാബിനിലേക്ക് പോകണം, മണിക്കൂറോളം അവിടെ നിന്നിട്ട് ജോലിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ജോലി ഇവിടെ തന്നെ സ്ഥിരമായിട്ട് നിന്നോളൂ, അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ജോലി തരാമെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നു, താമസ സൗകര്യം തരാമെന്ന് പറയുന്നു ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് പിന്നെ തിരിച്ചു ചെയ്യുമ്പോൾ ജോലിയില്ല, ഒന്നുമില്ല. അപ്പൊ നിങ്ങളെ കൊണ്ട് എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ ചെയ്യിക്കാൻ പറ്റുന്നതൊക്കെ നൈസായിട്ട് നിങ്ങൾക്ക് വലിയ ഓഫറുകൾ തന്ന് അയാൾ സാധിച്ചെടുക്കുക. അതാണ് കൂടുതലും ചെയ്യുന്നത്. ശേഷം കരിവേപ്പില പോലെ എടുത്ത് കളയുക. ഇന്ന് രാവിലെ തീർന്നു. ട്രാൻസ്ജെൻഡേഴ്സ് ജോലി ചെയ്യുന്നുണ്ടോ ഇവിടെ? എനിക്കറിയില്ല, എന്റെ ലൊക്കേഷനിൽ ഇല്ല.
ജോലിക്ക് അപേക്ഷിക്കാനാ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു തരാമോ ഏട്ടാ? ഏട്ടാ ഇത് മതി ഏട്ടാ. കുറച്ച് നേരം നേരെ കഷ്ടമുണ്ട് ഇഷ്ടം. വേണ്ടേട്ടാ വേണ്ടേട്ടാ ഏട്ടാ വേണ്ടേട്ടാ ഏട്ടാ വേണ്ട. ഞാൻ ഇന്നുവരെ സെക്സ് വർക്ക് ചെയ്തിട്ടില്ല. കഷ്ടമുണ്ട് ഇഷ്ട. അങ്ങനെയൊന്നും ഞാൻ ഇന്നുവരെ പോയിട്ടില്ല. ബന്ധപ്പെടാൻ പറ്റുമെന്നോ? കഷ്ടമുണ്ട് ഇഷ്ട. ഫോട്ടോ താ, ഞാൻ പോട്ടെ. അശ്മലൻ കുറച്ച് സമയം കൂടെ നിന്നിരുന്നെങ്കിൽ ഒക്കത്തൊരു കുഞ്ഞിനായിട്ട് പോകേണ്ട വന്നേ. ഒരുപാട് ഓഫീസുകളിലും ഷോപ്പുകളിലും ഒക്കെ ഒരു തൊഴിൽ അന്വേഷിച്ച് കയറി ഇറങ്ങി. പക്ഷേ ഒരാളും ആ ജോലി തരാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. പക്ഷേ നേരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി ഒരു ഫോട്ടോഗ്രാഫർ നമ്മളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് നമ്മുടെ ഫോട്ടോ എടുത്ത് ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നു. കൂടാതെ നമ്മളെ കിസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് തൊട്ടടുത്ത് ചുംബിക്കാൻ വേണ്ടി തൊട്ടടുത്ത് വരെ വന്നു. പക്ഷേ എന്തായാലും ചുംബിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ അവിടുന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് പുറത്തിറങ്ങി. ഇങ്ങനെ നിരവധി അനുഭവങ്ങൾ. അപ്പോൾ ജോലി അന്വേഷിച്ച് ചെല്ലുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആണ് എന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ജെൻഡറിനെ മെക്കിട്ട് നമുക്ക് കയറാം. ആരെയും പേടിക്കണ്ട. കാരണം എന്തെങ്കിലും കാരണവശാൽ ഒരു ട്രാൻസ്ജെൻഡർ ആണല്ലോ. ഒരു ട്രാൻസ്ജെൻഡറിനെ മെക്കിട്ട് കയറി കഴിഞ്ഞാൽ ഒരാളും ചോദിക്കാനില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് കണ്ടത്. തല്ലിക്കൊന്ന് റോട്ടിലിട്ടാലും ഒരു തെരുവ് നായ ചത്തു വീണാൽ പോലും ആ തെരുവ് നായയെക്കുറിച്ച് അന്വേഷിക്കാൻ രഞ്ജിനി ഹരിദാസ്മാരുള്ള നാടാണ് നമ്മുടെ നാട്. പക്ഷെ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും ചോദിക്കാനില്ല. ഒരാൾക്ക് നല്ല 4 ഇടി ഇടിക്കണോ, ഇടിച്ച് പഠിക്കണോ, ട്രാൻസ്ജെൻഡറിനെ മെക്കിട്ട് കയറാം. തല്ലിക്കൊല്ലണോ, ട്രാൻസ്ജെൻഡറിനെ മെക്കിട്ട് കയറാം. ഒരാളും ചോദിക്കാൻ വേണ്ടി വരില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഒട്ടനവധി ഉദാഹരണങ്ങൾ ഇന്ന് ഷൂട്ട് ചെയ്യുകയുണ്ടായി. പക്ഷേ ക്യാമറയിൽ പതിയാത്ത കുറേയേറെ വിഷ്വലുകളുണ്ട്. ലേഡീസ് ഹോസ്റ്റൽ അന്വേഷിച്ച് ചെന്നപ്പോൾ അവിടെ നിന്നൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ദുരനുഭവങ്ങളുണ്ടായി. പക്ഷേ പല സ്ഥലത്തും ഒരൊറ്റ ക്യാമറയിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു. കുറച്ച് വിഷ്വലുകൾ മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടിയുള്ളൂ. എന്തായാലും ആ വിഷ്വലുകൾ നിങ്ങൾക്ക് കാണാം. എവിടെയായിട്ടാണ് നമ്മുടെ ഈ ബ്യൂട്ടി പാർലർ ഇരിക്കുന്നത്? ഇത് മഞ്ഞുമല്ലാണ്. രുക്കു സിനിമയിലൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ആളല്ലേ? ഞാൻ സിനിമയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആർട്ടിസ്റ്റുകൾ, നടികടന്മാരെയൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ചെയ്യാറുണ്ട്. ഡിഗ്ഗൊക്കെ പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ വേണ്ടിട്ട്. അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്തെന്ന് അത്രേ ഉള്ളൂ. ജെയിംസ് ഇത്തിരി റിലാക്സ് ചെയ്തിട്ടിരിക്കേ. അല്ല ഞാൻ ഇത്ര മതിയോ? നന്നായിട്ടുണ്ട്. ഇനിയിപ്പോ എന്നെ മനസ്സിലാവൂല്ലോ. മനസ്സിലാവൂല.